ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയങ്കരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് രണ്ടാം സെഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിൻ്റെ സമൂലമായ മാറ്റമുണ്ടാക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം അതിൻ്റെ നയങ്ങൾ വികലമാകുമ്പോൾ സമൂഹം വികലമാകും. സമൂഹം വികലമാകുമ്പോൾ അത് പ്രതിദാനം ചെയ്യുന്ന രാജ്യവും വികലമാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാം സംസാരിക്കുന്ന സംസാര കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുകയാണ്. അതിൽ സാംസ്കാരികമായ പ്രതിസന്ധിയുണ്ട്, ചരിത്രപരമായ പ്രതിസന്ധിയുണ്ട്, സാമൂഹിക നീതിയുടെ പ്രതിസന്ധിയുണ്ട്, അവകാശങ്ങളുടെ അത് നൽകുന്നതിൻ്റെ പ്രതിസന്ധിയുണ്ട്, ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീതി നിഷേധത്തിൻ്റെ അതിനെതിരെയുള്ള ശബ്ദത്തിൻ്റെ ചരിത്രപരമായ മുഹൂർത്തങ്ങൾ നിലകൊള്ളുന്ന ഒരു സന്ദർഭത്തിലാണ് അസ്സബാഹിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെഷൻ സംഘടിപ്പിക്കുന്നത്. ഇതിലെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ ചില കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു ചർച്ചയ്ക്കായി വെക്കുന്നതും. എന്തായാലും കഴിഞ്ഞ സെഷനിൽ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിവർത്തനങ്ങൾ നേരിടുമ്പോൾ, പ്രത്യേകിച്ച് കോളേജുകളൊക്കെ വലിയ പ്രതിസന്ധികളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭരണപരമായ പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഒരു വലിയ വിഷയം നമ്മുടെ മുമ്പിൽ ഈ ചൂടേറിയ വെയിലത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാലയുടെ രജിസ്ട്രാറായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി മരണപ്പെട്ടതിൻ്റെ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അവർക്കൊക്കെ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവം ഈ സന്ദർഭത്തിൽ അദ്ദേഹം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഈ സെഷനിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ അസ്സബാഹ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ അസ്സബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ മുഹമ്മദ് കോയ സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് KNM മുൻ വൈസ് പ്രസിഡന്റ്, അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നേ ഉള്ളൂ, പ്രൊഫസർ NV അബ്ദുറഹ്മാൻ സാഹിബാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിലെ കാര്യക്ഷമമായ ചിന്തകൾക്ക് ഇടം നൽകുന്ന ബഹുമാന്യനായ പ്രൊഫസർ NV അബ്ദുറഹ്മാൻ സാഹിബിനെ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പൽ PV വില്ലിംഗ്ടൺ സാർ കാലങ്ങളായി അസ്സബാഹിൽ അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നെടുനിശ്വാസം വിടുന്നതും വില്ലിംഗ്ടൺ സാറായിരിക്കും. കാരണം ഒരു വല്ലാത്ത പുരോഗതി സ്ഥാപനത്തിന് കൈവരിച്ച ഒരു സന്ദർഭമാണ്. നോക്കുമ്പോൾ ആദ്യം കാണുന്ന ബോർഡ് തന്നെ ഹയർ സെക്കൻഡറിയുടെയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. MVM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് സാർ, അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മറ്റൊരു കാൽവെപ്പാണ്, അസ്സബ അസോസിയേഷൻ്റെ ട്രസ്റ്റിൻ്റെ മറ്റൊരു കാൽവെപ്പാണ് MVM. അതിൻ്റെ ചരിത്രപരമായ പുരോഗതിയെക്കുറിച്ചൊന്നും സൂചിപ്പിക്കേണ്ടതില്ല. ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന അബ്ദുൾ റഷീദ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മുൻ പ്രിൻസിപ്പൽ അബ്ദുൽ ജബ്ബാർ മാഷ് കോഴിക്കോട്, അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 പ്രഭാഷണങ്ങളാണ് വിഷയാധിഷ്ഠിതമായി ഇവിടെ നടക്കുന്നത്. ഒന്ന് ഫറൂഖിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി എൻ്റെ മുന്നിൽ പഠിച്ചുപോയ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്താണ്.
ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. പ്രസംഗം കേൾക്കുമ്പോൾ കുഞ്ഞുമോദ് പുലവത്തിനെ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു മോട്ടിവേറ്റർ എന്ന രൂപത്തിൽ കൂടി പ്രസിദ്ധനായ വിദ്യാഭ്യാസ വിചക്ഷകൻ ഷബീർ അലി KK, അദ്ദേഹം പുതിയ കാലവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുമോദ് പുലവത്തിന് കൈകാര്യം ചെയ്യാൻ നാം നൽകിയ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഭാഗങ്ങളും അടങ്ങുന്ന വിദ്യാഭ്യാസ, അതിന് സംസ്കാരം, സാമൂഹ്യനീതി, മതേതരത്വം, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ പ്രതിദാനം ചെയ്യുന്ന സ്ഥിതിവിശേഷമൊക്കെ ആ പ്രസംഗത്തിൽ വരും. അതോടൊപ്പം തന്നെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രഗത്ഭ വാഗ്മി PK നവാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി രേഖപ്പെടുത്തുന്നത് EM ഷഫീഖാണ്. ഷഫീഖിനെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് കോയ സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു.